മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും തകർത്തു, ഇനി ആകാശത്ത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് സുപ്പീരിയോറിറ്റി ആണ് എന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ക്ലെയിം വെറും ഒരു പൊള്ളയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സാഹചര്യം ഒട്ടും അവസാനിച്ചിട്ടില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു രാജ്യത്തെ മാത്രമല്ല ഇവർ നേരിട്ടത്, ഒരൊറ്റ ഇറാനെ തകർക്കാൻ 31 രാജ്യങ്ങളെ നേരിടുന്നത് പോലെ, അല്ലെങ്കിൽ 31 സൈന്യങ്ങളെ നേരിടുന്നത് പോലെയുള്ള വമ്പൻ സന്നാഹങ്ങളുമായിട്ടാണ് അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറിയത്. എന്നിട്ടും ഇറാന്റെ പ്രതിരോധ കോട്ട പൂർണ്ണമായിട്ടും തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് അമേരിക്കൻ ജനത ഇപ്പോൾ തിരിച്ചറിവിലേക്ക് വരുന്നത്. നെതന്യാഹു ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനെ വലിയൊരു കുഴിയിൽ ചാടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഭൂരിഭാഗം അമേരിക്കക്കാരും വിശ്വസിക്കുന്നത്. നെതന്യാഹുവിന്റെ വാക്ക് കേട്ട് ചിന്തിക്കാതെ ചാടി പുറപ്പെട്ട ട്രംപ് ഇപ്പോൾ സ്വയം രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും വെറും ഒരു കളിപ്പാവയായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്ക ചരിത്രത്തിൽ എപ്പോഴെല്ലാം സമാധാന കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിൽ നിന്ന് നാണം കെട്ട് പിന്മാറുന്ന ചരിത്രമാണ് അവർക്കുള്ളത്. ഇത്തവണയും ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകളുടെ അവസാന ഘട്ടത്തിൽ വെച്ചാണ് ഇസ്രയേലിന് വേണ്ടി അമേരിക്ക ഈ ഒരു ചതി ചെയ്തിരിക്കുന്നത്. ഇതിനിടെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഹങ്കാരത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആ ഞെട്ടിക്കുന്ന പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ സഖ്യത്തെ വിറപ്പിച്ചുകൊണ്ട് ജോർദാനിലുള്ള US വ്യോമതാവളമായിട്ടുള്ള അൽ അസ്കറിന് നേരെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് വമ്പൻ മിസൈൽ ആക്രമണം നടത്തിയതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോയിട്ടേഴ്സ് വാർത്തകൾ വ്യക്തമാക്കുന്നത് പോലെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇറാൻ ഈ ഒരു ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളായിട്ടുള്ള F-35 പാർക്ക് ചെയ്തിരുന്ന ഹങ്കറുകളും അവിടുത്തെ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രവുമാണ് പ്രധാനമായിട്ടും തകർക്കപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതൊരു തുടക്കം മാത്രമാണെന്നും അമേരിക്ക ഇനിയും ആക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ അതിക്രൂരവും നിർണായകവുമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും IRGC നൽകി കഴിഞ്ഞു. ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് പിന്നിലേക്ക് നോക്കിയാൽ മറ്റൊരു കാര്യം വളരെ വ്യക്തമാകും. അതായത് കഴിഞ്ഞ വർഷം കൃത്യം 12 ദിവസം നീണ്ടുനിന്ന അതിശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരയ്ക്ക് ശേഷം അമേരിക്ക ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി അഥവാ ആണവശേഷി ഞങ്ങൾ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കും എന്നായിരുന്നു ആ ഒരു വമ്പൻ ക്ലെയിം എന്ന് പറയുന്നത്. ഇസ്രയേലും ഇതേ വാദവുമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിരുന്നു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ്. ആണവശേഷിയും മിസൈൽ ശേഷിയും പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്ന് ട്രംപും നെതന്യാഹുവും പറഞ്ഞ ആ ഒരു ഇറാൻ തന്നെയാണ് ഇന്ന് ഇസ്രയേലിന്റെയും ജോർദാനിലെ US ബേസുകളുടെയും നെഞ്ചിലേക്ക് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യമായിട്ട് വലിച്ചു കയറ്റുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു 12 ദിവസത്തെ ആക്രമണം കൊണ്ട് ഇറാന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി തെളിയുന്നുണ്ട്. അതായത് ഇറാന്റെ ആണവശേഷിയോ അല്ലെങ്കിൽ ഇറാന്റെ മിസൈലുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നത്. അന്ന് അവർ ലോകത്തിന് മുന്നിൽ വീമ്പിളക്കിയ അവകാശവാദങ്ങൾ എത്രത്തോളം വലിയ നുണയായിരുന്നു എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, മറ്റൊരു വമ്പൻ അവകാശവാദം കൂടിയായിരുന്നു ഇവർ അന്ന് നടത്തിയത്. അതായത് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള മിസൈൽ സിറ്റീസ് എന്നറിയപ്പെടുന്ന അത്യാധുനിക അണ്ടർഗ്രൗണ്ട് മിസൈൽ സംഭരണശാലകൾ എല്ലാം തന്നെ തങ്ങളുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകളുടെ ആക്രമണത്തിൽ പൂർണ്ണമായിട്ടും തകർന്നു എന്നായിരുന്നു. അത് ഇറാന്റെ ആണവ നിലയങ്ങളും ഭൂമിക്കടിയിലെ രഹസ്യ ബങ്കറുകളെയും ലക്ഷ്യമിട്ട് കൂറ്റൻ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഈ ഒരു B-2 വിമാനങ്ങൾ ഉപയോഗിച്ച് ആഴത്തിൽ തുറന്നു കയറ്റി സ്ഫോടനം നടത്തിയെന്നാണ് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെട്ടത്. ഭൂമിക്കടിയിൽ എത്ര ആഴത്തിൽ ഒളിപ്പിച്ചു വെച്ച മാരകായുധങ്ങളും ഞങ്ങൾ തരിപ്പണമാക്കി എന്നായിരുന്നു അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. പക്ഷെ ഇത്രയൊക്കെ അത്യാധുനിക ബോംബറുകൾ വെച്ച് ഇറാന്റെ അണ്ടർഗ്രൗണ്ട് മിസൈൽ കോട്ടകൾ തകർത്തു എന്ന് പറഞ്ഞിട്ടും ആ ഒരു മണ്ണിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ഒന്നിനു പുറകെ ഒന്നായിട്ട് ദീർഘദൂര മിസൈലുകൾ പാഞ്ഞെത്തുന്നത്. കഴിഞ്ഞ ദിവസം 31 മിസൈലുകളായിരുന്നു വന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുകൂടി ഒരു ചോദ്യം ഉണ്ട്. എന്തായാലും അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളിൽ ചിലതൊക്കെ ഈ ഒരു സമീപകാലത്തെ ഇറാൻ വെടിവെച്ചിട്ടതായിട്ട് പറയുന്നുണ്ട്. MQ-9 ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ വെടിവെച്ചിട്ടു. എന്തായാലും ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. അതായത് ഇറാന്റെ വ്യോമ പ്രതിരോധ സാഹചര്യ ശക്തി പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുന്നു. വി ഹാവ് എ കംപ്ലീറ്റ് എയർ സുപ്പീരിയോറിറ്റി എന്ന് അമേരിക്കൻ ക്ലെയിം ശരിയല്ല. ഇനി മിസൈലുകളുടെ കാര്യം നോക്കും. 30ഓളം മിസൈലുകളാണ് ഇസ്രയേലിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് പാഞ്ഞെടുത്തത്.
എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്ന ഈ അവകാശവാദങ്ങൾ വെറും കള്ളമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മിസൈലുകൾ ഇസ്രയേലിൽ എത്രത്തോളം നാശം വിതച്ചു എന്നത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം ഇസ്രയേലിന്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവർ ഒരു ഭൂരിഭാഗം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ല. മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തിയോ ഇല്ലയോ എന്നതിനേക്കാൾ തങ്ങളുടെ മിസൈൽ ശേഖരം തകർത്തു എന്ന് വീരവാദം മുഴക്കിയ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൺമുന്നിലൂടെ 30ഓളം മിസൈലുകൾ തൊടുത്തുവിടാൻ ഇപ്പോഴും ഇറാന് സാധിക്കുന്നു എന്നതാണ് യഥാർത്ഥ സത്യം. അതായത് ഇതിനിടയിൽ അമേരിക്കൻ നിയമവ്യവസ്ഥയും അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഈ അധോമണ്ഡലമായിട്ടുള്ള US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിൽ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിനെതിരെ ശക്തമായിട്ടുള്ള പ്രമേയം പാസാക്കി വന്നിരിക്കുകയാണ്. അതായത് ഇറാനെതിരെയുള്ള യുദ്ധം അടിയന്തരമായിട്ട് നിർത്തണമെന്നാണ് ഈ ഒരു പ്രമേയം ആവശ്യപ്പെടുന്നത്. PBS ന്യൂസ് അവർ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇറാന് പിന്നിൽ അമേരിക്കയിലെ അതിശക്തമായിട്ടുള്ള ഒരു നിയമമുണ്ട്, വാർ പവേഴ്സ് ആക്ട്. ഈ ഒരു നിയമപ്രകാരം കോൺഗ്രസിന്റെ അതായത് ആ ഒരു പാർലമെന്റ് അനുമതി ഇല്ലാതെ ഒരു പ്രസിഡന്റിന് പരമാവധി 60 ദിവസം മാത്രമേ സ്വന്തം നിലയ്ക്ക് സൈന്യത്തെ യുദ്ധത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കുള്ളൂ. റോയിട്ടേഴ്സ് വാർത്തകൾ വ്യക്തമാക്കുന്നത് പോലെ അതാണ് കാര്യങ്ങൾ. എന്നാൽ ഈ ഒരു ഇറാൻ യുദ്ധം ഇപ്പോൾ 100 ദിവസം പിന്നിട്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം കഴിഞ്ഞ ദിവസമാണ് അതിന്റെ 100ാം ദിവസം പൂർത്തിയാക്കിയത്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നിയമപരമായിട്ട് 60 ദിവസത്തെ കാലാവധി കഴിഞ്ഞിട്ടും ഈ കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ യുദ്ധം 100 ദിവസം പിന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കൻ ഭരണഘടന ഈ പ്രസിഡന്റിന് അനുവാദം നൽകുന്നില്ല. ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഈ പാർലമെന്റിന്റെ അംഗീകാരം ട്രംപിന് നിർബന്ധമാണ്. പക്ഷെ ഇതിനിടയിലാണ് അമേരിക്ക ഇപ്പോഴും ആക്രമണം നടത്തിയത്. അത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആഭ്യന്തര തിരുത്തൽ ട്രംപ് ഭരണകൂടത്തിന് വരുത്തേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇസ്രയേലിന്റെ കെണിയിൽ വീണ ട്രംപിന് ഇനി ഇതിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയുമെന്നതാണ് കാണേണ്ടത്. കാരണം യുദ്ധം ഇസ്രയേൽ പറയുന്ന രീതിയിലേക്ക് പോവുകയാണ്. ട്രംപിന് കൊണ്ടുവരുന്ന രീതികളും നയങ്ങളും ഒന്നും തന്നെ ആരും തന്നെ ശരിവെക്കുന്നില്ല. മാത്രമല്ല ട്രംപ് ഇതിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും അമേരിക്ക ഒരു വലിയൊരു ചെളിക്കുഴിയിലേക്ക് പിടിച്ചു താഴ്ത്തുകയാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. എന്തായാലും ഈ പ്രമുഖ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അമേരിക്കയിലെ ജനങ്ങളും മാധ്യമങ്ങളും ഇപ്പോൾ ആ ഒരു രീതിയിൽ പരസ്യമായിട്ട് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞു. അതായത് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത് ഇസ്രായേൽ ആണ് എന്നുള്ളൊരു കാര്യം. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ക്രൂരമായിട്ടുള്ള ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സാമ്പത്തിക സ്ഥിതി പാടെ തകർന്നു അല്ലെങ്കിൽ താറുമാറായി കിടക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇതിനിടയിൽ അതും പറയാതെ പോകരുത്. ഇറാന്റെ ഭരണകൂടത്തിന് നിരവധി ദൗർബല്യങ്ങളുണ്ട്. പക്ഷെ ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇറാന്റെ സൈന്യവും ജനങ്ങളും ഇപ്പോഴും ഒരൊറ്റ യൂണിറ്റായിട്ട് ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നത് അമേരിക്കയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതിനേക്കാളൊക്കെ ഉപരി ഇറാന്റെ കയ്യിൽ ലോകത്തെ മൊത്തം മുട്ടുകുത്തിക്കാൻ പോകുന്ന ഒരു തുറുപ്പുചീട്ടുണ്ട്. അതാണ് ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്ന ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു വഴി അടച്ചു കളയുമെന്ന് ഇറാൻ ഇപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആളെ മുട്ടിക്കഴിഞ്ഞാൽ ഇറാൻ ആ ഒരു തുറുപ്പ് ചീട്ടെടുത്ത് വീശും. അതോടെ ലോകത്തെ ഇന്ധന വിപണി താറുമാറാകും. അങ്ങനെ ഈ ഒരു യുദ്ധം മൊത്തത്തിൽ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ എടുത്തു പറയേണ്ടത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇറാനെ വീഴ്ത്താനും ഇറാന്റെ യാതൊന്നും തന്നെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. എന്തായാലും ഇത് വെറും ഒരു ആണവ ചർച്ചയോ അല്ലെങ്കിൽ ഒരു മിസൈൽ ചർച്ചയോ മാത്രമല്ല. ഇസ്രായേൽ ലെബനനിലേക്ക് യുദ്ധം അടിയന്തരമായിട്ട് നിർത്തണമെന്ന ശക്തമായിട്ടുള്ള ഡിമാൻഡ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ ഈ ഒരു ആക്രമണം നടത്തുന്നത്. ഈ വിഷയത്തിൽ ഇറാന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വരാൻ അമേരിക്ക ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. എന്തായാലും മാർച്ചിൽ സിംഹത്തെ പോലെ ഗർജിച്ച ട്രംപ് ജൂൺ ആയപ്പോഴേക്കും ഇറാന്റെ മുൻപിൽ പൂർണ്ണമായിട്ട് മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേലിന്റെ കെണിയിൽ വീണ് നാണം കെട്ട അമേരിക്കയ്ക്ക് ഇനി ഈ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.